നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം അത് അവസാനം അട്ടിമറിച്ച് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി അത് ഏറ്റെടുത്തു. അതിനിടയ്ക്ക് ഒരു അക്രമത്തിലേക്ക് പോയി. ഇപ്പോൾ രണ്ട് ഭാഗത്തായി നിൽക്കുന്നു. അക്രമമാണ് നടന്നതെന്ന് വ്യക്തമായിട്ടും കേരളത്തിൽ നിന്ന് നമ്മുടെ ഒരു വലിയൊരു അവതാരക അവിടെ ചെന്ന് നിങ്ങൾ അങ്ങോട്ട് വരികയോ ഒരു തത്സമയ വിവരണമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു കല്ല് വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നൊരു പോലീസുകാരൻ ലാത്തിയും കൊണ്ടുവന്ന ഒരു വിവരണം. അപ്പോൾ ആ വിവരണമൊക്കെ കേട്ട് നമ്മൾ കുറേ കാലം കേരളത്തിൽ ചിത്രത്തിലേ ഇല്ലാതിരുന്നൊരു അവതാരകയായിരുന്നു. അങ്ങനെ പിന്നെ ഇംഗ്ലീഷൊക്കെ നല്ല പ്രാവീണ്യമുള്ളതുകൊണ്ട് അവിടെ രക്ഷപ്പെടാം. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു പണിയില്ലാതെ നടക്കുന്ന ചില മാനം മര്യാദയ്ക്ക് ഒരു സിനിമ എടുത്താൽ കുറേ കുടുംബങ്ങൾ അവർ പോക്കറ്റ് കോടികൾ വരുമായിരിക്കും. കുറേ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകും. കുറേ ചലച്ചിത്ര പ്രവർത്തകർ, കുറേ ഈ സാങ്കേതിക പ്രവർത്തകർ ജോലി കിട്ടിയാൽ ദിവസക്കൂലിയാണ് പാവങ്ങൾക്ക്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 2 മാസമൊക്കെ തുടർച്ചയായിട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ദിവസക്കൂലിയാണ്. ഓണമൊക്കെ വരാൻ പോവുകയാണ്, കർക്കിടകമായി, അടുത്ത മാസം ഓണമാണ്. അപ്പോൾ അതിനൊരു മെനക്കെടുകാതെ ഈ ഡൽഹിയിൽ എന്ത് നടക്കുന്നു, എന്തിനെ വിമർശിച്ചാൽ പണം കിട്ടും, അല്ലെങ്കിൽ എന്തിനു വിമർശിച്ചാൽ പ്രശസ്തി കിട്ടുന്നതൊക്കെ നമ്മുടെ സെലിബ്രിറ്റികൾ, പിന്നെ മാധ്യമങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പതിവ് പോലെ ജനത്തെ ആടിനെ പട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നടക്കുന്നത് ശരിയാണ്. കാരണം ഇന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഡൽഹിയിൽ പോലീസ് നരനായാട്ട് നടത്തി എന്ന ഹർജികൾ പരിഗണിക്കാൻ വിസമ്മതിച്ചു. സുപ്രീം കോടതി അത് എടുത്തതേ അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല, അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് മാറ്റിവെച്ചു. അതേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങളുടെ സമയം മെനക്കെടുത്തരുതെന്നാണ് പറഞ്ഞത്. അതെ, അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മൂക്കിന് കീഴെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, അല്ലേ? എന്തുമാത്രം ഡൽഹി ഹൈക്കോടതി ഹർജി പരിഗണിച്ചു. പക്ഷേ അടിയന്തര പ്രാധാന്യമൊന്നുമില്ല, നമുക്കത് പിന്നീട് പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഹർജി അടുത്തൊരു ദിവസത്തേക്ക് മാറ്റി. എന്തായാലും ഡൽഹിയിലേക്ക് ഇനി ഡൽഹി കാണാനായിട്ട് ഇവിടുന്ന് ടൂറിസ്റ്റുകളൊന്നും കുറച്ച് കാലത്തേക്ക് അങ്ങോട്ട് പോകണ്ട ആരും. കാരണം ഡൽഹിയിലെ പൂന്തോട്ടങ്ങളൊക്കെ അടിച്ചു തകർത്ത് ചെടിച്ചട്ടികളൊക്കെ പൊട്ടിച്ച് അത് വളരെ വ്യക്തമാണ്. എല്ലാം നിരത്തുകൾ പോയി, നമ്മുടെ ഫുട്പാത്തുകൾ അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? ഡൽഹിയിലാണ് പ്രധാന രാജ്യങ്ങളുടെ എല്ലാം പ്രധാന എംബസികൾ, അല്ലേ? അതിൽ അമേരിക്കൻ എംബസി മാത്രം പൗരന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ ഇന്ന ഭാഗത്ത് ഇന്ന റോഡിലേക്ക് പോകരുത്. നോക്കൂ, അവിടെ ലണ്ടൻ്റെ എംബസി, UK എംബസി ഉണ്ട്, ഫ്രാൻസിൻ്റെ ഉണ്ട്, എല്ലാം അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ 4 വരിയുടെ 2 വശത്തും എംബസികളാണ്. വളരെ അതിൽ അമേരിക്കൻ എംബസി അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഇന്ന പ്രദേശത്തുള്ള ഇന്ന റോഡിലേക്ക് പോകരുത്. അമേരിക്കക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈ സമരം വളരെ കൃത്യമായിട്ട് പ്ലാൻഡ് ആണെന്നുള്ള കാര്യം UK ഒന്നും കൊടുത്തില്ല. ഡേറ്റ് വൈസ്, അതായത് ഈ സമരം തുടങ്ങിയിട്ട് 10-20 ദിവസമായി. ഈ 20 ദിവസത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനൊരിത് കൊടുത്തില്ല. കറക്റ്റ് 21ാമത്തെ ദിവസം ഈ പാർലമെൻറ്റ് സെഷൻ ആരംഭിക്കുന്ന ദിവസം നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അവിടെ കുഴപ്പങ്ങൾ നടക്കും, അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് ചാടരുത് എന്ന് അമേരിക്കൻ എംബസി മുന്നറിയിപ്പ് അമേരിക്കൻ പൗരന്മാർക്ക് കൊടുത്തെങ്കിൽ നമ്മുടെ എംബസി, നമ്മുടെ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് സാധിക്കാത്തൊരു കാര്യം അവർ അമേരിക്കയിൽ അതാണ് അവരുടെ ഇന്റലിജൻസ് കണ്ടുപിടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനും പറയുന്നത് അതാണ്. അമേരിക്കൻ എംബസി ഈ വിവരം പറയണമെങ്കിൽ CIA-യുടെ ഇൻഫ്ലുവൻസ് അതിനകത്തില്ലേ? തീർച്ചയായിട്ടും CIA പറഞ്ഞതുകൊണ്ടല്ലേ എംബസി പറയുന്നത്. അപ്പോൾ CIA-ക്ക് അവിടെ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമെന്നും അത് അക്രമാസക്തമാകുമെന്നും അതിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയാണ് കരുതിയിരുന്നത്. സാറിന് യുദ്ധം നടക്കുമ്പോഴാണ് ഓരോ രാജ്യങ്ങൾ, അമേരിക്കൻ വിഷയത്തിലേക്ക് യുദ്ധം നടക്കുമ്പോഴാണ് പൗരന്മാരുടെ അടുത്തൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് വിട്ടു പോകണം, നാട് വിട്ടു പോകണം എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പം യുദ്ധ സമാനമായിട്ട് കലാപം അങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഈ പൗരന്മാരോട് അതിപ്പോൾ ഇന്ത്യയും പറയും. ഇപ്പോൾ ഗൾഫിലുള്ളവരടുത്ത്, ഇറാനിലുള്ള ഇന്ത്യക്കാരുടെ അടുത്തെല്ലാം മടങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ സെലിബ്രിറ്റികളൊക്കെ അനാവശ്യമായിട്ട് അനാവശ്യം എന്ന് പറയുന്നില്ല, കാരണം അവരുടെ ആവശ്യമായിരിക്കും. അപ്പം പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ രാജേഷ്? ഇപ്പം ഞാൻ ഈ പറഞ്ഞ CIA-യുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ടാകുന്നു. CIA-ക്ക് അറിയാം അവിടെ എന്ത് നടക്കുന്നു, എന്ത് നടക്കാൻ പോകുന്നു. ഇത് വളരെ കൃത്യമായിട്ട് അവിടെ ഒരു വലിയ ആസൂത്രണം ഉണ്ടായിരുന്നു. പോലീസ് ഈ കുഴപ്പങ്ങളെല്ലാം ആരംഭിക്കുന്നത് പോലീസിന് നേരെ ഒരു യുവാവ് പെപ്പർ സ്പ്രേ, കുരുമുളക് സ്പ്രേ ചെയ്യുമ്പോൾ തൊട്ടാണ് ഈ സംഭവം തുടങ്ങുന്നത്. ഈ അഭിജിത്ത് DK പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പോലീസുകാരെ അറ്റാക്ക് ചെയ്യുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ. പോലീസ് തിരിച്ചടിക്കുന്നു. അങ്ങനെയാണ് സംഘർഷം അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്.
അപ്പോൾ മറ്റൊരു ദൃശ്യം എന്താണെന്ന് വെച്ചാൽ ഈ കല്ല് ഇത് ഉപയോഗിച്ച് ടൈൽസ് റോഡിൽ ഫുട്പാത്തിലിട്ടിരിക്കുന്ന ടൈൽസ് ഇടിച്ച് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ആ ടൈൽസ് എടുത്താണ് പോലീസുകാർക്ക് നേരെ എറിയുന്നത്. ആ ടൈൽസിൻ്റെ കൊണ്ട് ഒരു വനിതാ കോൺസ്റ്റബിളിന് പരിക്കേൽക്കുന്നു. അവർ 4 മാസം ഗർഭിണിയാണ്. അവരവിടെ ഡൽഹിയിൽ ഒരു വ്യവസായം നടത്തുന്ന ഒരാളുടെ ഭാര്യയാണ്, പോലീസിൽ ജോലിയാണ്. ഈ 4 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഡ്യൂട്ടിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ ദിവസവും വന്ന് സമാധാനപരമായിട്ട് ഇവിടെ സമരം നടക്കുകയല്ലേ. അവർ വന്നു ഡ്യൂട്ടി, എന്നാൽ പെൺകുട്ടികളും ഉണ്ട്, അതുകൊണ്ട് വനിതാ പോലീസ് വേണം, വനിതാ പോലീസ് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അവർ വന്നു ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ സമരം. ആ 4 മാസത്തെ ഗർഭം അലസിപ്പോയി എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. ആ ഗർഭസ്ഥ ശിശുവിനെ അവർക്ക് നഷ്ടപ്പെട്ടു, ഒരമ്മയ്ക്ക്. ഈ പോലീസുകാരിക്ക് മനുഷ്യാവകാശമില്ലേ? ആ ഗർഭസ്ഥ ശിശുവിന് മനുഷ്യാവകാശമില്ലേ? നോക്കൂ, റോഡിലെ ടൈല് കുത്തി പൊട്ടിച്ചെടുത്താണ് എറിയുന്നത്. റോഡിലെ ടൈല് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. കുരുമുളക് സ്പ്രേ അടിക്കുന്ന അവനെ പിടിച്ചു നിർത്തി പോലീസ് ആ സ്പ്രേ വാങ്ങിച്ച് തിരിച്ചവൻ്റെ കണ്ണിലടിച്ചു കൊടുക്കുന്ന ദൃശ്യവും വന്നിട്ടുണ്ട്. എന്നിട്ട് അവന് വേണ്ടി വലിയ വക്കാലത്തുമായിട്ട് ആൾക്കാർ വരികയാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനം. ഈ പോലീസുകാരൻ്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ ചെയ്യുന്നത് ജനാധിപത്യവും, തിരിച്ചു പോലീസുകാരൻ അവൻ്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ അടിച്ചു. പോലീസുകാരന്, കാരണം പോലീസുകാരുടെ കണ്ണിൽ കുരുമുളക് സ്പ്രേ വീണു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ ഓടി വന്ന് ഇവനെ പിടിച്ച് ഇവനെ അടിയൊക്കെ കൊടുത്തു പോലീസ്. എന്നിട്ട് ഇവൻ്റെ കയ്യിലിരുന്ന സ്പ്രേ പിടിച്ചു വാങ്ങിച്ച് തിരിച്ചവൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നത്. അപ്പോൾ അത് പിന്നെ മനുഷ്യാവകാശ ലംഘനവും, മറ്റത് ജനാധിപത്യമാണ്. ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ ഈ നടന്മാരും നടിമാരും, മോഹൻലാലിൻ്റെ മകള് വിസ്മയ മോഹൻലാലൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് അഭിപ്രായം പറയുന്നത്? എന്താണ് ഇതിനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവർ ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇതൊക്കെ പറയുന്നത്? ടൊവിനോ തോമസിനെ പോലെയുള്ള ഇവരൊക്കെ നല്ല നടന്മാരാണ്. ഇവരെയൊക്കെ പണ്ടൊരു നടൻ മറ്റേ റോഡിലെ കുഴിയടയ്ക്കാൻ മമ്മൂട്ടി ഇറങ്ങിയതാണ്. പിന്നെ അങ്ങനെ ആ വഴിക്കാരും കണ്ടിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ആണ് ഞാനും പറഞ്ഞു വന്നത്. ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മുമ്പ് CAA വിരുദ്ധ സമരത്തിലൊക്കെ ഇതിനു വേണ്ടി ആദ്യം ഓടി ഇറങ്ങിയത് ആരാ? നമ്മുടെ പൃഥ്വിരാജാണ്, അല്ലേ? ഇപ്പോൾ പക്ഷെ പൃഥ്വിരാജിനെ കാണാനില്ല. എമ്പുരാനിൽ വെടിതീർന്നത് മാത്രമല്ല രാജേഷ്, ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വിശ്വോത്തര അവതാരക, ആർക്കും വേണ്ടാത്ത ഒരു അവതാരക ഇപ്പോൾ ഒരു ചാനലും തിരിഞ്ഞു നോക്കുന്നില്ല. അതെ, ഈ വെർബൽ ഡയറിയ എന്നൊക്കെ രഞ്ജി പണിക്കർ സാറ് പറയുന്ന പോലെ ഈ വാക്കുകൾക്ക് വയറിളക്കം പിടിച്ച വാക്കുകളുമായിട്ട് നടക്കുന്ന ഒരു അവതാരക. ഈ അവതാരകയൊക്കെയാണ് അവിടെ വന്ന് ഇതെന്തിനാണെന്നറിയാമോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് പണം കിട്ടുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ട് പണം. ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഇത് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിനൊക്കെ ഇത്തരത്തിൽ നമുക്കറിയാമല്ലോ, ഇവിടുത്തെ സാഹിത്യ നായകന്മാർ ഓരോ വിഷയത്തിലും പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഗൾഫിലേക്ക് ടൂറ്, അവാർഡ്, അല്ലേ? പിന്നെ പോക്കറ്റ് മണി, ഇതെല്ലാം കൃത്യമായിട്ട് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നിരവധി സാഹിത്യ നായകന്മാർ പ്രതികരിക്കുന്നത്. പ്രതികരണ തൊഴിലാളികളാണ് അവരൊക്കെ. അതുപോലെ ഇതും പ്രതികരണ തൊഴിലാളികളാണ്. ഇതൊക്കെ പെയ്ഡാണ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് ഇവർക്കൊക്കെ പണം കിട്ടുന്നുണ്ടാകും. മുമ്പും ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ പണം ഇങ്ങനെ വരുന്നു, ഇങ്ങനെ കിട്ടുന്നു എന്നുള്ളതിന് നിരവധി കാര്യങ്ങൾ, നിരവധി തെളിവുകളുണ്ട്. ഇപ്പോൾ ഈ അഭിജിത്ത് ദീപ്കയുമായി ബന്ധപ്പെട്ട് ചില വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വാട്സാപ്പ് ചാറ്റിൽ ഫണ്ടിങ്ങനെ പണം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അഭിജിത്ത് ദീപ്കെ ഭയ്യയോട് സംസാരിച്ചാൽ മതി, പണം എത്തിയിട്ടുണ്ട്, ഉടൻ തന്നെ കൈമാറാൻ വ്യവസ്ഥയുണ്ട് എന്നൊക്കെയാണ് അതിനകത്ത് മറുപടി പറയുന്നത്. ഈ ലോറി കണക്കിന് ഒരു വിഷയം കണ്ടായിരുന്നു. ഒരു ലോറി കണക്കിന് വെള്ളം, സ്നാക്സ് ഇതെല്ലാം കൊണ്ട് അട്ടി ഇറക്കുകയാണ്. അല്ല, കണ്ടില്ലേ ജന്തർ മന്ദറിൽ അവിടെ സോനം വാങ്ചുക്ക് പട്ടിണി കിടന്നപ്പോൾ അഭിജിത്ത് ദീപ്കെ ഇപ്പുറത്തിരുന്ന് പിന്നെ ബർഗർ കഴിക്കുകയാണ്. അപ്പോൾ ഇയാളോട് ആരോ ചോദിച്ചു, നിങ്ങൾ നിരാഹാരം കിടക്കാത്ത എന്തെന്ന് ചോദിച്ചപ്പോൾ ഉള്ള ഇയാളുടെ മറുപടി, എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്നാണ് സോനം വാങ്ചുക്കിൻ്റെ. അതുപോലെ മറ്റു പലരും ഇതിനകത്ത് വളരെ രസകരമായ മറുപടി പറഞ്ഞു, എനിക്ക് പനിയാണ്, എനിക്ക് തൂറ്റലാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ സോനം വാങ്ചുക്ക് അപ്പുറത്ത് നിരാഹാരം കിടക്കുന്നു, ഇപ്പുറത്ത് ബർഗർ കഴിക്കുന്നു. എൻ്റെ വക്താവ് തൊട്ടപ്പുറത്ത് മാളിൽ പോയിരുന്നു അയാളെ പുറത്താക്കിയെന്നാണ് ഇപ്പം രഹസ്യം പറയുന്നത്. അയാൾ പറഞ്ഞാൽ ഞാൻ ആരോടും വോട്ട് വെച്ച് ഇറങ്ങിയില്ല, ഞാനൊരു ഇലക്ഷനിൽ മത്സരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഇവരുടെ അടുത്തൊന്നും പറയേണ്ട മറുപടി പറയേണ്ട അവർ വക്താവിന്റെ മറുപടി. അപ്പം എനിക്ക് ബർഗർ കഴിക്കാം,
ഞാൻ പണ്ടും മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ നടൻ മോഹൻലാൽ അദ്ദേഹം നല്ല നടനാണ്, എനിക്കും വളരെ ഇഷ്ടമാണ്. മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ അഭിനയം നമുക്കും ഇഷ്ടമാണ്. പക്ഷേ കാതലായ പ്രശ്നങ്ങളിൽ ഇവരാരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു നടൻ പ്രതികരിച്ചിട്ടുണ്ടോ? പഹൽഗാമിലൊരു കൂട്ടക്കൊല നടന്നു അല്ലേ? മതം ചോദിച്ച് കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ച് തുണി അഴിച്ച് പരിശോധിച്ചിട്ടാണ് ആൾക്കാരെ കൊന്നത്. അതായത് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് കൊന്നത്. എന്നിട്ട് അവരുടെ ഭാര്യമാരോട് പറഞ്ഞ എന്താണ്? പോയി മോദിയോട് പറ നിൻ്റെ സിന്ദൂരം മാച്ചിരിക്കുന്നു. അതിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് തിരിച്ചടി കൊടുത്തത്. അന്ന് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അന്ന് എവിടെ പോയി കേരളത്തിലെ മഹാനടന്മാരടക്കമുള്ളവർ, മഹാനടിമാർ, ഈ അവതാരകർ? ഈ മരിച്ചുപോയ 26 പേർക്ക്, ഒരു കുതിരക്കാരനടക്കമാണ് 26 പേര് മരിച്ചത്, അവർക്ക് മനുഷ്യാവകാശമില്ലേ? അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? അന്ന് ഇവരാരും പ്രതികരിച്ചില്ലല്ലോ. അന്ന് ഈ വിസ്മയ മോഹൻലാലിനെ കണ്ടില്ല, ടൊവിനോ തോമസിനെ കണ്ടില്ല, ഇവരാരെയും കണ്ടില്ല. ഇപ്പോൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മനുഷ്യാവകാശമുണ്ട്, അവരെ പോലീസ് ആക്രമിച്ചു. പോലീസിനെ അവരെ ആക്രമിക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? നമ്മളിവിടെ എത്രയോ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, പോലീസുകാരെ കല്ലെറിയുന്നതും പോലീസുകാരെ ആക്രമിക്കുന്നതും ഒക്കെ നമ്മൾ. അതൊക്കെ പോട്ടെ, ആക്രമണം നിൽക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയായി 2-3 കുടുംബങ്ങളാണ് കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്തത്. ഒന്നുകിൽ കടബാധ്യത, അല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നതിൻ്റെ വിഷമത്തിൽ തൃശ്ശൂർ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 4 പേരും മരിച്ചു. അങ്ങനെ എത്ര പേരാണ് ജീവനെടുക്കുന്നത് അല്ലേ? കഴിഞ്ഞ ഒരാഴ്ച 2-3 കുടുംബങ്ങൾ വെച്ച് കേരളത്തിൽ ജീവനെടുക്കുകയാണ്. ഇതിൽ ഏത് ഈ സിനിമാ മേഖലയിലെ ആര് പ്രതികരിച്ചിട്ടുണ്ട്? അല്ല, അതാണ് ഇവിടെ പ്രതികരിക്കുന്നത്. സുരേഷ് ഗോപി വേണം. സുരേഷ് ഗോപി ഒരു പരിധി വരെ പ്രതികരിക്കും. അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവും MP ഒക്കെയാണ്. സുരേഷ് ഗോപിയെ നിർത്തി. കാരണം സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും അത് വിവാദമാണ്, എതിരെ. കാരണം സുരേഷ് ഗോപി ഈ ഒരു വീഡിയോ അതായത് സുരേഷ് ഗോപി ആറന്മുള വള്ളസദ്യക്ക് പോകുന്നു, വില കൂടിയ കാറിൽ ഒരു താരം വരുന്നത് കണ്ടോ? ഇതാണ് ക്യാപ്ഷൻ. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് വില കൂടിയ കാറുള്ള അദ്ദേഹത്തിന്റെ ഇന്നോവ വാഹനത്തിൽ അല്ലല്ലോ, അദ്ദേഹം സ്ഥിരം പോകുന്ന വാഹനമാണ്. അല്ല, ഇതാണ് ഇവിടെ സെലക്റ്റീവാണ് കാര്യങ്ങൾ. നമ്മുടെ സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, നടീനടന്മാർ ഒക്കെ, എഴുത്തുകാരൊക്കെ വളരെ കൃത്യമായി സെലക്റ്റീവ് പ്രതികരണമാണ്. ഇത് സത്യത്തിൽ ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനും ഒരു പിടിപ്പുകേടുണ്ട് ഇതിൽ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കേന്ദ്ര സാഹിത്യ അക്കാദമി പോലെയുള്ള അക്കാദമികൾ പുനഃസംഘടിപ്പിക്കാൻ, അതിനകത്ത് അതിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ഒക്കെ സർക്കാർ ഇടപെടേണ്ടതാണ്. ഇതൊന്നും മോദി സർക്കാർ ചെയ്തിട്ടില്ല. എന്നിട്ടും മോദി സർക്കാർ ഫാസിസ്റ്റാണ്. ഞാൻ നരേന്ദ്രമോദി സർക്കാരിനെ വെള്ളപൂശുകയല്ല. നരേന്ദ്രമോദി സർക്കാർ നമുക്കറിയാമല്ലോ, 2019 CAA വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീടുണ്ടായ കലാപം നമുക്കറിയാമല്ലോ. ആ കലാപത്തിൽ പിന്നെ കേരളത്തിലെ 2 ചാനലുകളുടെ സംപ്രേഷണം കേന്ദ്ര സർക്കാർ നിർത്തിവെപ്പിച്ചു. എന്താണ് കാരണം? എല്ലാവർക്കും അറിയാം. വ്യാജ വാർത്ത കൊടുത്തു, പള്ളി പൊളിച്ചു അല്ലേ? അങ്ങനെ 2 ചാനലുകൾ, അത് വേറൊന്നുമല്ല, മീഡിയ വണ്ണും ഏഷ്യാനെറ്റും. പിന്നെ ഏഷ്യാനെറ്റും മീഡിയ വണ്ണും അഹങ്കാരത്തോടു കൂടി പറയുന്നത് കേട്ടു, ഞങ്ങൾ ആരോടും കെഞ്ചാൻ പോയില്ല എന്ന് വെച്ചാൽ 48 മണിക്കൂർ സംപ്രേഷണം നിർത്തി വെക്കാനുള്ള ശിക്ഷയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അത് സംപ്രേഷണം പുനഃസ്ഥാപിച്ചു. പോയി കാല് പിടിച്ചത് ഏഷ്യാനെറ്റിൻ്റെ MD അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖറാണ്. അങ്ങേര് അന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ അംഗമാണ്. അങ്ങേര് പോയി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പ്രധാനമന്ത്രി ഇത് അറിഞ്ഞിട്ട് കൂടെ ഇല്ല. ഇത് ചെയ്തത് നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്തത്. ആ മന്ത്രാലയം അവർ പ്രൊസീജിയർ അനുസരിച്ച് വ്യാജ വാർത്ത കൊടുത്തു. അവർ ആ ചാനലിൻ്റെ ലൈസൻസ് താൽക്കാലികമായിട്ട് പിടിച്ചു വെച്ച് അത് സംപ്രേഷണം തടഞ്ഞു. പിന്നെ ഇദ്ദേഹം പോയി, രാജീവ് ചന്ദ്രശേഖർ പോയി റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ്, അപേക്ഷിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി എന്തായാലും മാറ്റിക്കോളൂ, അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അവർക്ക് തെറ്റുപറ്റിയതായിരിക്കാം, എന്താണ് അവിടെ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രധാനമന്ത്രി ഇടപെട്ടിട്ടാണ് ഇത് കിട്ടിയത്. ഇവിടെ അഹങ്കാരത്തോടുകൂടി പിന്നെ ഏഷ്യാനെറ്റിൻ്റെ അവതാരകൻ വിനു വി ജോണൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, നമ്മളാരോടും കാല് പിടിക്കാനൊന്നും പോയില്ല, ഞങ്ങളെ ഭയന്ന് പേടിച്ച് പിന്നെ ഈ സംപ്രേഷണം പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് പോലെയായിരുന്നു അവരുടെ ആ പ്രകടനങ്ങൾ. മീഡിയ വണ്ണും അതുപോലെ തന്നെ. ഈ സത്യത്തിൽ വ്യാജവാർത്ത പറയുന്ന ഏത് ചാനലായാലും
നമുക്ക് തെറ്റ് സംഭവിക്കാം, നമ്മളാരും പിന്നെ സർവജ്ഞരൊന്നുമല്ല, നമുക്ക് തെറ്റ് പറ്റാം. എനിക്കും പറ്റിയിട്ടുണ്ട്, താങ്കൾക്കും പറ്റാം, ആർക്കും പറ്റാം. അപ്പോൾ നമുക്ക് തെറ്റ് സംഭവിച്ചാൽ അയ്യോ അത് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. നമ്മൾ തന്നെ ഈ സംസാരത്തിനിടയ്ക്ക് എന്തെല്ലാം തെറ്റുകൾ കടന്നുകൂടുന്നു, നമ്മൾ ഉടൻ തന്നെ നമ്മൾ ക്ഷമിക്കണം എന്ന് പറയും. അത് ഞാൻ താങ്കളോടോ താങ്കൾ എന്നോടോ അല്ല പറയുന്നത്, നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പറയുക അല്ലേ. സത്യത്തിൽ അവരാണ് വലിയവർ, അവർക്കൊരു വലിയ ഇൻഫർമേഷൻ കൊടുക്കലാണ് നമ്മുടെ ജോലി. വസ്തുതകളായി അവർക്ക് മുന്നിൽ അവതരിപ്പിക്കലാണ് നമ്മുടെ ജോലി. അതാണ് മാധ്യമ പ്രവർത്തനം. അതിന് വ്യാജ വാർത്ത കൊടുത്തു. ഇതെല്ലാം കേരളത്തിൽ ഇതൊക്കെ നടക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയൊക്കെ പോലീസിനെ അവിടെ അതിക്രൂരമായി ആക്രമിച്ചു. 118 പോലീസുകാർ പരിക്കേറ്റ ആശുപത്രിയിൽ, 5 IPS ഉദ്യോഗസ്ഥർ പരിക്കേറ്റു. അതുപോലെ തന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിവിൽ ഡ്രസ്സിൽ വന്ന് ആക്രമിച്ചു, നെയിം പ്ലേറ്റ് ഇല്ലാതെ ആക്രമിച്ചു. ഇന്നലെ AA റഹീമും പിന്നെ വസന്ത് സിറിയക്കും ഒക്കെ ഇരുന്ന് ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. അതുപോലെ ആരൊക്കെയോ ഒരു എന്താ പറയുക, ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ അങ്ങ് ന്യായീകരിക്കാൻ. നമ്മൾ ശരിയാണ്, രാഷ്ട്രീയമൊക്കെ ഉണ്ട്, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. ആ രാഷ്ട്രീയം മുൻനിർത്തി വേണം നമ്മൾ സംസാരിക്കേണ്ടത്. എത്ര വാഹനങ്ങൾ എറിഞ്ഞു തകർത്തു പോലീസിൻ്റെ, എത്ര വണ്ടികൾ തള്ളിമറിച്ചിടുന്ന ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ. എത്ര വാഹനം. എന്നിട്ട് രസകരമായ കാര്യം, കേരളത്തിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോയ MP-മാർ വണ്ടിക്കകത്ത് വെച്ച് പോലീസിനെ ആക്രമിക്കുകയാണ്. ഇത് വണ്ടിക്കകത്തുള്ള CCTV-യിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്. കേരളത്തിൽ നിന്ന് പേരെടുത്ത് പറയാവുന്ന MP-മാർ, നമുക്ക് തന്നെ നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവർ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ പോലീസ് അങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെയാണോ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കില്ല, ഞങ്ങളെ സമയം വെറുതെ മെനക്കെടുത്തരുതെന്ന് പറഞ്ഞത്? വെറുതെയാണോ ഹൈക്കോടതി ആ ഹർജി പരിഗണിച്ചതിന് ശേഷം മാറ്റിവെച്ചത്? അതിനെ ശരിക്കും അത് അവഗണിക്കുകയാണ് ചെയ്തത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹർജി വന്നാൽ ജെനുവിൻ ആണെങ്കിൽ അത് പരിഗണിച്ചേ പറ്റുള്ളൂ. അപ്പം പോലീസ് അതിക്രമം ഉണ്ടായിരിക്കുന്നു എന്ന ഒരു പരാതി വരുമ്പോൾ അത് കോടതി പരിഗണിച്ചേ പറ്റൂ. കോടതിക്ക് അത് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പരിഗണിച്ച കോടതി അത് അവധിക്ക് വെച്ചു, അടുത്തൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഇതിൻ്റെ കാരണം കോടതിക്കും അറിയാം, സുപ്രീം കോടതിക്ക് നന്നായിട്ടറിയാം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതെല്ലാം ജഡ്ജിമാരും മനുഷ്യരല്ലേ, അവരിതൊക്കെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുക, ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള പ്രൊപ്പഗാൻഡ, ആ പ്രൊപ്പഗാൻഡയുടെ ചൂട് പിടിച്ച് അതിനെ വെള്ളപൂശാൻ കുറേ സെലിബ്രിറ്റികളും, ഇനിയിപ്പോൾ അടുത്ത സാഹിത്യകാരന്മാർ ഇപ്പോൾ ഇറങ്ങും. നമ്മുടെ കേരളത്തിലെ ചരുവങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങും. ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ട്. ഇപ്പോൾ ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെ ചാനൽ ചർച്ച കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു രാത്രി. കാരണം കോൺഗ്രസ് പ്രതിനിധികൾ അങ്ങ് കത്തിക്കയറുകയാണ്. അവർക്ക് കത്തിക്കയറാം. ഇപ്പോൾ രാഹുൽ അവിടെ പോയി പ്രധാനമന്ത്രിയുടെ വസതിക്ക്, അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ അവിടെ ചെന്നു, പ്രൊട്ടസ്റ്റ് നടത്തി, അവരെ അറസ്റ്റ് ചെയ്തു, രാഹുലിന് മുഖത്ത് മുറിവുണ്ടായി, അത് LOPയെ ആക്രമിച്ചു പോലീസ് എന്നൊക്കെ പറഞ്ഞാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ കത്തിക്കയറുന്നത്. പാവം ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ഞാൻ കണ്ടപ്പോൾ അവർക്ക് ഒന്നും പറയാനില്ല. കാരണം എത്ര MP-മാരാണ് ഉള്ളത്. നോക്കുമ്പോൾ അവർ പടം ഇട്ടിരിക്കുക. ജോൺ ബ്രിട്ടാസും നമ്മുടെ AA റഹീമും കൂടെ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ ഒരു റോഡിലൂടെ നടന്നു വരുന്നു. എന്നിട്ട് ഈ പടം ഇട്ടിട്ട് എന്താ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റർ ഇട്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ഇടതുപക്ഷം എത്ര ദുർബലമായിരിക്കുന്നു. പടവലങ്ങ പോലെ താഴോട്ട് വളർന്ന് മെലിഞ്ഞ് ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഒരു ഓട്ടോയിൽ കയറാവുന്ന അത്ര പോലും MP-മാർ അവർക്ക് പാർലമെൻറ്റിൽ ഇപ്പോൾ ഇല്ല. അതാണ് സത്യം. ആ ആൾക്കാർ അപ്പോൾ ഇവർ ഈ ചാനൽ ചർച്ചയെ വന്നിട്ട് ഇവർ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാനും വയ്യ, പിന്തുണയ്ക്കാതിരിക്കാനും വയ്യ. ഇപ്പോൾ NK പ്രേമേന്ദ്രൻ MP, അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് സംസാരിക്കുന്നു. സെബാസ്റ്റ്യൻ പോൾ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ AA റഹീമിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ചാനൽ ചർച്ചയെ വന്നിരുന്ന് അത് നിങ്ങൾ അങ്ങനെ ഈ ഒരു കാര്യവും പറയാനില്ല അവിടെ. എത്ര അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടെ ഡൽഹിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വനിതാ പോലീസുകാരിയുടെ ഗർഭം എറിഞ്ഞ് കലക്കിയ കൂട്ടരാണ് ഈ കൂറ പാർട്ടികൾ. വാസ്തവത്തിൽ അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണം. ഈ അക്രമത്തിന് ആഹ്വാനം കൊടുത്തത് അയാളും സോനം വാങ്ചുക്കുമാണ്. ഈ രണ്ടുപേരെയും
കേസിൽ പ്രതി ചേർക്കണം. എനിക്ക് ഈ കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ എന്ത് ചെയ്യുകയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവർക്ക് നിങ്ങളത് ഈ ഒരു സംഭവത്തെ ഇത്ര നിസ്സാരമായിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പിന്നെ തള്ളിക്കയറാൻ വരുന്നൊരു കൂട്ടം, അത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആയാലും എന്താ, ലീഡർ ഓഫ് ഒപ്പോസിഷന് മാന്യമായിട്ട് അവിടുത്തെ നിയമം അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് വരാം. ഈ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അല്ലാതെ അവർക്ക് അവിടെ പ്രധാനമന്ത്രിക്ക് രാവിലെ എണീച്ചിട്ട് ഞാൻ പിന്നെ ഡൽഹി മറ്റേ റെഡ് ഫോർട്ടിൽ രാവിലെ ഒന്ന് പോയി അവിടെ ഒന്ന് ഒരു 2 റൗണ്ട് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാനൊന്നും പറ്റത്തില്ല. എനിക്ക് രാവിലെ കുത്തബ് മീനാർ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് എണീറ്റിട്ട് രാവിലെ എണീച്ചിട്ട് ഞാൻ ആഗ്ര വരെ പോയി താജ്മഹൽ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പ്രോട്ടോക്കോളുണ്ട്, ആ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നവരും ആ പ്രോട്ടോക്കോൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അതൊന്നുമല്ല ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് അക്രമം ഉണ്ടാക്കുക, അക്രമം അഴിച്ചു വിടുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും പുട്ടിയിടാനും വെള്ള പൂശാനും കുറേ സെലിബ്രിറ്റികളും കുറേ ഈ സെലിബ്രിറ്റികളെന്ന് പറയുന്നവർ സത്യത്തിൽ അതിനകത്ത് ഇപ്പോൾ ടൊവിനോ തോമസ് ഒരു നല്ല നടനാണ്, നമുക്ക് അംഗീകരിക്കാം. പിന്നെ വിസ്മയ മോഹൻലാൽ പിന്നെ ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചു എന്ന് പറയുന്നത് ഞാനത് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, വരുന്നതേ ഉള്ളൂ. അപ്പോൾ വിസ്മയ മോഹൻലാൽ എന്ന നടൻ്റെ മകള് ഈ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു, അതുപോലെ ഒരു അവതാരക അഭിപ്രായം. ഈ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സത്യത്തിനെ ഒരു വശം മറച്ചു വെച്ചുകൊണ്ട് ഒരു വശം മാത്രം പറയരുത്. നിങ്ങൾ എല്ലാ വശവും പറയുമ്പോൾ ഇതിനെ സമഗ്രമായിട്ട് കണ്ടിട്ട് വേണം പറയാൻ. അല്ലാതെ മറ്റത് ഏകപക്ഷീയമായി പോകും, പക്ഷപാതപരമായി പോകും. അത് ശരിയല്ല. അതൊരിക്കലും ഒരു സാഹിത്യകാരന്, ഒരു കലാകാരന്, ഒരു നടന്, നടിക്ക്, എഴുത്തുകാരന്, എഴുത്തുകാരിക്ക് ഒന്നും ചേർന്നതല്ല. അങ്ങനെയുള്ളവരെ ജനം ചവറ്റുകുട്ടയിലെറിയും, ഒരു സംശയവുമില്ല. നിങ്ങളൊന്നും ആ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വെക്കേണ്ട. ജനം നിങ്ങളെ ഒരു കാലത്തും ആരൊക്കെയോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, ആരൊക്കെയോ നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ ഓഫറുകൾ നൽകിയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുന്നു, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ അതല്ല സത്യം, അതല്ല സംഭവിച്ചത്. ഈ കഴിഞ്ഞ 20 ദിവസം പോലീസ് എന്താ ഇവരെ ആക്രമിക്കാത്തത്? ഈ പോലീസ് അതിക്രമം ഉണ്ടായെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ പോലീസിന് ഇവരെ അടിച്ചോടിച്ച് ജന്തർ മന്ദിർ വൃത്തിയാക്കാമായിരുന്നു. അത് ചെയ്തില്ലല്ലോ പോലീസ്. അല്ല, ഞാനത് പ്രശാന്ത് ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം വലിയ കാര്യത്തിൽ പറഞ്ഞു. അഭിജിത്ത് ദിപ്കെ വന്നപ്പോൾ ഡൽഹി പോലീസ് എയർപോർട്ടിൽ ചെന്ന് ക്ഷണിച്ച് നിങ്ങൾ വന്ന് അവരിപ്പോൾ സമരം ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു അല്ലേ? അവിടെയാണ് ഏറ്റവും വലിയ ഫാൾട്ട് പറ്റിയത്. കാരണം അയാൾക്കൊരു താരപരിവേഷം കൊടുക്കരുതായിരുന്നു. അപ്പോൾ അയാൾക്കത് ഈസി വാക്ക് ഓവർ. അത് കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി പിഴവാണ്. ആണ് പോലീസിൻ്റെ ഈ ഫെയിലിയറായ രഹസ്യാന്വേഷണ വിഭാഗം അവർക്ക് പരാജയപ്പെട്ടതുപോലെ തന്നെയാണ് ഇതും. ഈ അഭിജിത്ത് ദിപ്കെ എന്ന ഒരാൾക്ക് അയാളുടെ വരവിൻ്റെ ലക്ഷ്യം CIAക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ വാണിംഗ് കൊടുക്കുക, അവിടുത്തെ പൗരന്മാർക്ക് വാണിംഗ് കൊടുക്കാമെങ്കിൽ കൂട്ടത്തിൽ സോനം വാങ്ചുക്കിന്റെ കാര്യവും പറയണം. കാരണം ലഡാക്കിൽ വെടിവെപ്പുണ്ടായ 5 യുവാക്കളെ ക്രിമിനലായിട്ടുള്ള ആൾക്കാരാണ് ഈ വരുന്നത്. അപ്പോൾ ഇവർക്ക് ജന്തർ മന്ദറിൽ വന്നിരുന്ന് അവിടെ ഇരുന്ന് ആൾക്കാരെ മൊബിലൈസ് ചെയ്യാൻ ജന്തർ മന്ദറിൽ വന്നിരുന്നുകൊണ്ട് ഇപ്പോൾ ഒരു നമ്മളൊക്കെ പറയുമല്ലോ, ഒരു ദിവ്യൻ വന്ന് ജന്തർ മന്ദറിൽ വന്നിരുന്നിട്ട് കുറച്ച് വിളക്ക് കൊളുത്തി വെച്ചു, 100 പേരായി, 200 പേരായി, 1000 പേരായി, 2000, പിന്നെ ആശ്രമമായി, അവിടെ ഒരു ആശ്രമം കിട്ടും. അപ്പോൾ അതിനാരാണ് അവസരം കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ തന്നെയാണ്, അല്ലെ ഡൽഹി സർക്കാരാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഇതുവരെ പറഞ്ഞാണ്, ഡൽഹി സർക്കാരിൻ്റെ വൻ പിടിപ്പുകേടാണ് ഇങ്ങനെ. ഇത്തരക്കാർക്ക് ഒരു കാരണവശാലും അവസരം കൊടുക്കരുത്. ഈ കൊടുത്തതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. അതെ, ലഡാക്കിലും ഇതുപോലെ അവസരം കൊടുത്തതിന്റെ ഫലമാണ് 5 ചെറുപ്പക്കാരുടെ ജീവൻ. ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കുക. അതെ, ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നു എന്ന് പറയുന്ന പോലെ. ലഡാക്കില് സോനം വാങ്ചുക്കിന്റെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സോനം വാങ്ചുക്ക് ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ഒരാളാണ്. അയാളുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ജനാധിപത്യപരമായ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ പറ്റും പോലീസിന്? അതിന് ഒരിക്കലും ഈ സമരത്തിന് തന്നെ അനുമതി കൊടുക്കരുതായിരുന്നു. കേന്ദ്ര സർക്കാരിന് പല പണിയുണ്ട്, അത് രാജ്യം മൊത്തം നോക്കേണ്ടവരാണ്. ഈ ഡൽഹി സർക്കാർ അവരെന്ത് അർത്ഥത്തിലാണ്? അല്ല, എന്നാലും ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ഡൽഹി പോലീസിന്റെ കൺട്രോൾ കുറേയൊക്കെ വരുന്നത്. പക്ഷെ അവർക്ക് കണ്ണും കാതൊന്നുമില്ലേ? അവിടെയാണ് ഞാനും രാജേഷിനോട് യോജിക്കുന്ന. അവിടെയാണ് കേന്ദ്ര ഹോം ഡിപ്പാർട്ട്മെന്റിന് ഈ കാര്യത്തിൽ പിഴവ് പറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ അക്രമം ഇങ്ങനെ ഡൽഹിയിൽ നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇതേപോലെ ജൻസി കലാപം ഉണ്ടാകുന്നു
എന്ത് ചെയ്യും? അല്ലെ, നമ്മുടെ ലാത്തിയും ബാനറ്റും വെച്ചിട്ട് ഞാൻ മറ്റൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. കേരള പോലീസിനെ ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചു. ജാമ്യമില്ലാ കുറ്റത്തിനാണ് SFIക്കാർ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോലീസിനെ ആക്രമിച്ചാൽ ഗവൺമെന്റ് തക്കതായ നടപടിയെടുക്കും. പോലീസ് കുറ്റവാളിമാരെ എല്ലാം പൊക്കിക്കൊണ്ടുപോയി. അവിടെ പോലീസ് വനിതാ പോലീസിന്റെ ഗർഭം എറിഞ്ഞ് കലക്കുന്നത് അത് ജനാധിപത്യം അല്ല, എറിഞ്ഞു കിടക്കുന്ന ജനാധിപത്യം. പക്ഷേ പോലീസ് തിരിച്ചടിച്ചാൽ അത് നരനായ. ഞാൻ ചോദിച്ച ചോദ്യം, നമ്മുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇതുപോലെ പെട്ടെന്ന് ഇതുപോലെ പ്ലാൻ ചെയ്ത് സെക്രട്ടേറിയറ്റ് രാജ്യത്തിന്റെ ഏത് സംസ്ഥാനത്ത് വേണമെങ്കിൽ നടക്കാമല്ലോ, ഏത് ജില്ലാ ആസ്ഥാനത്ത് വേണമെങ്കിൽ നടക്കാമല്ലോ. ഓർമ്മയുണ്ടല്ലോ ചില നമ്മുടെ ഈ ചില നമ്മുടെ ഒരു കൊല്ലം കളക്ടറേറ്റിലൊക്കെ കൊണ്ട് ബോംബ് ഭീഷണിയും ഒക്കെ നടന്നതും ഒക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അടിയന്തര സിറ്റുവേഷൻ വന്നാൽ അത് സംഭവിച്ച് അത് റിപ്രിക്കേഷൻ ഉണ്ടായി, ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനെ അടിച്ചമർത്തുന്നവർ നോക്കിയിരിക്കണം. അത് തുടക്കത്തിലെ ഇതിനെ എടുത്തും കളയണോ? തീർച്ചയായിട്ടും തുടക്കത്തിലെ അത് വളരെ കൃത്യമായ പ്രതിവിധികളാണ് ചെയ്യേണ്ടത്. സൂചി കൊണ്ട് എടുത്ത് കളയേണ്ട സാധനം തൂമ്പയിൽ കയറുന്നില്ല ഇപ്പോൾ. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഈ സെലിബ്രിറ്റികളും ഒക്കെ ബുദ്ധിയും ബോധമുള്ളവർ നിങ്ങൾ ആലോചിക്കൂ. നിങ്ങൾ എല്ലാ വശവും കണ്ടിട്ട് പ്രതികരിക്കൂ. ഏകപക്ഷീയമായിട്ട് വെറും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി മാത്രം ഈ കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തരുത് എന്നൊരു അപേക്ഷ നമ്മളെപ്പോലുള്ളവർക്കുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വശവും പരിശോധിച്ച് തെറ്റെവിടെ കണ്ടോ അത് ചൂണ്ടിക്കാണിക്കൂ. ആ കലാകാരന് സമൂഹത്തോട് ധാർമ്മികമായ ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ട്, അത് കേൾക്കാൻ ആളുണ്ട്. പക്ഷേ ഏകപക്ഷീയമാകരുത്. അതുപോലെ തന്നെ നിങ്ങൾ പക്ഷം പിടിച്ച് പറയുകയും അരുത്. നിങ്ങൾ രാജ്യദ്രോഹികൾക്ക് കൂട്ടുനിൽക്കുകയും അരുത്. ഇതിനകത്ത് ആരാണ് ശരി ചെയ്യുന്നത്, ആരാണ് തെറ്റ് ചെയ്യുന്നതെന്ന് ശരിയായി മനസ്സിലാക്കി പ്രതികരിക്കൂ. ആ പ്രതികരണത്തെ ജനം സ്വീകരിക്കും. അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമാണോ എതിരാണോ എന്നുള്ളതൊന്നും വിഷയമല്ല. നിങ്ങൾ പറയുന്നതിൽ കഴമ്പുണ്ട്, കാമ്പുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനം അത് സ്വീകരിക്കും. അല്ലെങ്കിൽ അത് ചവറ്റുകുട്ടയിൽ തള്ളിക്കളയും, ഒപ്പം നിങ്ങളെയും.